Hi friends, welcome to my YouTube channel. യൂട്യൂബ് ചാനൽ പറയാൻ മാത്രമേ ഉള്ളേ, അല്ലാതെ വലിയ ആക്റ്റീവായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് വേണ്ടി കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അത് മാത്രം. പിന്നെ ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ബോറടിപ്പിക്കില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം. പിന്നെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് OET രജിസ്ട്രേഷൻ അതിൻ്റെ അകത്ത് OETക്ക് ഡേറ്റ് എടുക്കുന്നതും എങ്ങനെയാണ്, എക്സാം ഡേറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ചെയ്ത് കാണിക്കാം. അപ്പോൾ ജസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോവാം. ആദ്യം മൈ OET, അതായത് OET ലോഗിൻ പോവുക. മൈ OET ഉണ്ട്, OETയിൽ മൈ OET അടിക്കുക. അപ്പോൾ ഒരു ഡയറക്റ്റ് OETയുടെ സൈറ്റിലേക്ക് ചെല്ലും. ഇതാണ് അവരുടെ OETയുടെ സൈറ്റ്. ഈ സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കിട്ടും. ബുക്ക് ടെസ്റ്റ് ഉണ്ട്, പിന്നെ മാനേജ് ബുക്കിംഗ് ഉണ്ട്, ചെക്ക് റിസൾട്ട് ഉണ്ട്, നമുക്ക് ലോഗിൻ ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് പഠിക്കാനുള്ള ടൂൾസൊക്കെ ഇതിൻ്റെ അകത്ത് കിട്ടും. നമുക്കൊരു ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാനായിട്ട് ലോഗിനിൽ പോയി കഴിയുമ്പോൾ നമ്മളോട് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ലോഗിൻ, പിന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ലോഗിൻ ഇതിനു മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ വഴി പോയാൽ മതി, അല്ലെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാനായിട്ട് രജിസ്റ്ററിൽ പോയി ക്ലിക്ക് ചെയ്യുക. അന്നേരം വേറൊരു പേജ് വരും. ഈ പേജിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് ആയിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. ഗിവൺ നെയിം, മിഡിൽ നെയിം, ഫാമിലി നെയിം, ജെൻഡർ, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഫോട്ടോയ്ക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഫോട്ടോ നമുക്ക് ഒരു 200 KB മുതൽ 2 MB വരെയാണ് അവർ പറയുന്നത്. അത് 200 KB to 2 MB, അതിനിടയ്ക്കുള്ള ഇതാണ്. ഇപ്പോൾ 199 KB ആണെങ്കിൽ പോലും അവരെടുക്കത്തില്ല. അപ്പം ആ പറയുന്ന KB ഉണ്ടെങ്കിൽ മാത്രമേയാണ് നമുക്ക് ഫോട്ടോ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ റെഡായിട്ട് കാണിക്കും. പിന്നെ പ്രൊഫഷൻ എന്താണെന്ന്, അഡ്രസ്സ് കൊടുക്കണം, സിറ്റി, ID ടൈപ്പ് എല്ലാം നമ്മൾ കൊടുത്തിരിക്കണം. ലാംഗ്വേജ് ഫസ്റ്റ് ലാംഗ്വേജ് അത് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ഫില്ലപ്പ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് 1 of 4 pages എന്നാണ് എഴുതിയേക്കണം. അപ്പോൾ 4 പേജസ് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പൂരിപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ ഫോട്ടോ ഇൻ കേസ് അവർ ഫോട്ടോ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇവിടെ റെഡ് ഇതിൽ എഴുതി വരും എന്തുകൊണ്ടാണെന്നല്ല, അതിൻ്റെ ഇത് കാരണം റെഡ് ഇതിൽ എഴുതി വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അതിൻ്റെ അത് എഴുതിയിട്ടുണ്ടാവും എന്താണെന്ന്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയാൻ ഒന്നുമില്ല. ലാംഗ്വേജ് സെലക്ട് ചെയ്യണം, നാഷണാലിറ്റി, ലാംഗ്വേജ് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് സെലക്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇമെയിൽ, കൺഫേം ഇമെയിൽ കൊടുക്കുക, നെക്സ്റ്റ് അടിക്കുക. ഇനി ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പേജുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ മൊത്തം നോക്കേണ്ടവർക്ക് വായിച്ച് നോക്കാം. എന്തായാലും ഒരു 3-4 പേജുണ്ട്, 3-5 പേജുണ്ട് വായിച്ച് നോക്കാനാണെങ്കിൽ. അഗ്രി അടിക്കുക. ഇനി നമുക്കൊരു യൂസർ നെയിം സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഏത് യൂസർ നെയിം വേണമെന്ന് നോക്കാം. നമുക്ക് പറ്റുന്ന ഒരു യൂസർ നെയിം, ഏറ്റവും ബെറ്ററും ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ഇമെയിൽ അഡ്രസ്സ് തന്നെയായിരിക്കും. ഇമെയിൽ തന്നെ യൂസർ നെയിമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യാം. ഇനി പാസ്വേഡ് വേണം. പാസ്വേഡ് നമുക്ക് ഡയറക്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാം എങ്ങനെയാണ് പാസ്വേഡിൻ്റെ രീതിയിൽ. പിന്നെ ഇതിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, സെലക്ട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക, എന്തെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിന് പറ്റുന്ന എന്തെങ്കിലും കൊടുക്കുക. ഞാൻ വാട്ട് വാസ് യുവർ ചൈൽഡ് നിക് നെയിം എന്നാണ് കൊടുത്തേക്കണേ.
ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ രണ്ടാമത് ഇതാണ് ചോദിക്കുക. അപ്പോൾ ഓർത്ത് വയ്ക്കുക എന്താണ് കൊടുത്തത്, എന്താണ് ക്വസ്റ്റ്യൻ, എന്താണ് കൊടുത്തതെന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ പാസ്വേഡ് ഞാൻ കൊടുത്തേക്കുന്നത് ഉണ്ടോ, അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് പാസ്വേഡിൽ പാസ്വേഡ് മസ്റ്റ് ബി കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 1 ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ, നമുക്കൊന്ന് സെലക്ട് ഇത് ചെയ്ത് നോക്കിയിട്ട് നോക്കാം. ഞാൻ എൻ്റെ പേരും പിന്നെ ഒരു നമ്പറുമാണ് ഞാൻ കൊടുത്തേക്കണത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഫസ്റ്റ് ലെറ്റർ, ഫസ്റ്റ് എന്നല്ല ഏതെങ്കിലും ഒരു ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. ഓക്കെ, 4ാമത്തെ പേജാണ്. ഓക്കെ, ഇവിടെ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് മൾട്ടി സെലക്ഷനാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് OET, വൈ ആർ വി ടേക്കിംഗ് OET, മൈഗ്രേഷൻ, വിസ പർപ്പസ്, രജിസ്ട്രേഷൻ വിത്ത് ഹെൽത്ത് കെയർ കൗൺസിൽ. നമുക്കത് ഏത് വേണം കൊടുക്കാം, അത് കൊടുക്കാം, മൈഗ്രേഷൻ കൊടുക്കാം. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഓരോ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ഫോർ റെസിഡൻസ് ആൻഡ് സിറ്റിസൺ, സ്റ്റഡി, വർക്ക്, ഏത് വേണം കൊടുക്കാം. ഓക്കെ, സ്റ്റഡി, പിന്നെ ഗെയിൻ എംപ്ലോയ്മെൻറ്റ് വിത്തിൻ ഹെൽത്ത് കെയർ പ്രൊഫഷൻ. ഓക്കെ, അങ്ങനെ എന്ത് വേണം, രജിസ്ട്രേഷൻ വിത്ത് ഹെൽത്ത് കെയർ എംപ്ലോയ്ഡ്. ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഗെയിൻ എംപ്ലോയ്മെൻറ്റ് വിത്തിൻ എ ഹെൽത്ത് കെയർ പ്രൊഫഷൻ എന്നുള്ളത് കൊടുക്കാം. ജസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് ഫോർ എ ജോബ് ഇൻ നെക്സ്റ്റ് 6 months, ഐ എം ലുക്കിംഗ് ഫോർ എ ജോബ്, അത് കൊടുത്താൽ മതി. സെലക്ട് കൺട്രി അക്സെപ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ചെയ്തെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് വിട്ടാലും കുഴപ്പമില്ല. മൈഗ്രേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുക, സ്റ്റഡി, വർക്ക് കൊടുക്കുക, ഇത്രേ ഉള്ളൂ. വിച്ച് ടൈപ്പ് ഓഫ് വർക്ക്, വിസ, പെർമനൻറ്റ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ടെമ്പററി ആണോ പെർമനൻ്റ് ആണോ, പെർമനൻറ്റ് കൊടുത്താൽ നമുക്ക്. സെലക്ട് കൺട്രി കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും യൂറോപ്യൻ കൺട്രി കൊടുക്കാം. ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് അയർലൻഡ് കൊടുക്കാം, റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് കൊടുക്കാം. ഓക്കെ, അയർലൻഡ് കൊടുത്തു. ഹാവ് യു ടേക്കൻ ആൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ബിഫോർ, ഇതിനു മുമ്പ് ഇംഗ്ലീഷ് ടെസ്റ്റ് എടുത്തിട്ടുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്. നോ നടിക്കുക. ഓക്കെ, വാട്ട് ഈസ് ദ മോസ്റ്റ് റീസെൻറ്റ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, ഡിപ്ലോമ ഇൻ നഴ്സിംഗ്, ബാച്ചിലർ ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ്. അപ്പോൾ ടൈപ്പ് എന്ന് പറഞ്ഞാൽ GN കൊടുക്കുക, അതായത് ഡിപ്ലോമ ഇൻ നഴ്സിംഗ് കൊടുക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെ നിന്നാണ് എടുത്തത്, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഒന്ന് മുന്നോട്ട് പോയി നോക്കാം.
ഇനി ഫിനിഷ് അടിക്കുക കേട്ടോ. ഓൾറെഡി നമുക്കിവിടെ you have been successfully registered. An activation link has been sent to your registered email address. Please use that activation link to activate your account. അവിടുന്ന് ക്ലോസ് ചെയ്യുക. അടുത്തത് ഓപ്പൺ ചെയ്യുക. ജിമെയിൽ എടുക്കുക. ഇവിടുത്തെ നെറ്റ് ഇച്ചിരി സ്ലോയാണ്. അതിൻ്റെ അകത്ത് ഓൾറെഡി ഇമെയിൽ വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തെല്ലാം കിടപ്പുണ്ട്. അതായത് നമ്മുടെ ഫുൾ നെയിം, കാൻഡിഡേറ്റ് നമ്പർ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. then you activate your account. Now you can start using your account. ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഡയറക്റ്റ് നമുക്ക് അവിടെ അടിച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇതിൽ വരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ എക്സാമിന് പോകുമ്പോൾ അതിൻ്റെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. ഐഡൻറ്റിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് നമ്മൾ എക്സാക്ട്ലി എന്താണോ നമ്മൾ ചെയ്തേക്കുന്നത് അത് കൊണ്ടുപോയി ചെല്ലണം. ഫോട്ടോ അല്ല, ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ, അതായത് പാസ്പോർട്ടാണ് നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ ഇതായിട്ട് കൊടുത്തേക്കണം. അപ്പോൾ അത് കൊടുത്താൽ മതി. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ പാസ്പോർട്ട് കൊണ്ടാണ് നോർമലായിട്ട് ഇതിന് പോകുന്നത്, പാസ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ചെല്ലുക. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ അത് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. രഞ്ജിത്ത് രവി എന്നിട്ടുണ്ട്. കാൻഡിഡേറ്റ് നമ്പർ കിടപ്പുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് കിടപ്പുണ്ട്, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് എല്ലാം ഇതിൻ്റെ അത് തന്നെ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അത് മുകളിലും കിടപ്പുണ്ട് അപ്ലൈ ഫോർ ടെസ്റ്റ്. അപ്പോൾ ഡയറക്റ്റ് ഇവിടെ കിടപ്പുണ്ട് മൈ ഡാഷ്ബോർഡാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതാണ് മൈ ഡാഷ്ബോർഡ്. പിന്നെ ഇതിൻ്റെ അത് ഹെൽപ്പ്, കോൺടാക്റ്റ്, ടേംസ് ആൻഡ് കണ്ടീഷൻ, പ്രൈവസി. നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് കോൺടാക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പോവുക. അതിന് ശേഷം അതിൻ്റെ അകത്ത് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുക. നമുക്ക് ഇമെയിൽ അഡ്രസ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്ലൈ ഫോർ ദ ടെസ്റ്റ്. ഓക്കെ, നമ്മൾ അവിടെയും സെലക്ട് പ്രൊഫഷൻ ബൈ സബ് ടെസ്റ്റ് ആൻഡ് കൺട്രി. അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്നതെല്ലാം നോക്കണം നമുക്ക്. ഓക്കെ, പ്രൊഫഷൻ നഴ്സിംഗ്. ഓക്കെ, ഇനി ടെസ്റ്റ് ടൈപ്പ് എന്നുള്ളത് ലിസണിങ്, റീഡിങ്, സ്പീക്കിങ്, റൈറ്റിങ്. ഫസ്റ്റ് നമുക്കിത് ഫുള്ളും ചെയ്യണമെങ്കിൽ നമ്മൾ നോർമലായിട്ടും ഫുള്ളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യുക. ഇനിയിപ്പോൾ കാൻഡിഡേറ്റ് മസ്റ്റ് ടേക്ക് ഓൾ ഫോർ സബ് ടെസ്റ്റ് അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അല്ലാത്തവർക്ക് നമുക്ക് അല്ലാതെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. എന്തായാലും ചെയ്യേണ്ടി വരും. ഓക്കെ, സാധാരണ എല്ലാവരും ഒരെണ്ണമായിട്ട് ചെയ്യില്ല, എല്ലാം കൂടിയാണ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് കൺട്രി അടിച്ചു കൊടുക്കുക, ഇന്ത്യ. നെക്സ്റ്റ് അടിക്കുക. നെറ്റിൻ്റെ സ്പീഡാണെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ച് താമസം ഉണ്ടാകും, ഇറങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എല്ലാവരും ഒന്ന് പിടിച്ച് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് സെലക്ട് ഡേറ്റ് എന്നത്തേക്കാണ് വേണ്ടതെന്ന്. അപ്പോൾ അതാദ്യം നമ്മൾ സെലക്ട് ചെയ്യുക. അതായത് ഇപ്പോൾ ഏത് മാസത്തേക്കാണ് വേണ്ടതെന്നുള്ള ആദ്യം നോക്കുക. അതായത് ഒരു മാസത്തിൽ 2 എണ്ണം വെച്ചുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ മാസത്തിലും 2 എണ്ണം വെച്ചുണ്ട്. 2 എക്സാം ഡേറ്റ് ഉണ്ട്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. നമ്മളൊരു കാര്യം
ഇച്ചിരി മുന്നോട്ടുള്ള ഡേറ്റ് ചുമ്മാ സെലക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ സ്ഥലങ്ങൾ കാണിക്കും, കുറേ സ്ഥലങ്ങൾ. ഇത് ഇന്ത്യയിലെ സ്ഥലങ്ങളാണ് കാണിച്ചേക്കുന്നത് മൊത്തം. നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളൊക്കെ എടുക്കാം. ഇപ്പോൾ നമുക്ക് തൃശ്ശൂരുണ്ട്, എറണാകുളം, ട്രിവാൻഡ്രം, കൊല്ലം. അത് ഓരോ ഇത് തിരിച്ചാട്ടോ കൊടുക്കണം. കേംബ്രിഡ്ജിൻ്റെ ആണെങ്കിൽ കൊടുക്കണമെന്നിട്ട്. എബക് എന്ന് പറയുന്നത് അങ്കമാലിയുണ്ട്, കാലിക്കട്ടുണ്ട്, ചെന്നൈ, കൊച്ചിൻ, കോട്ടയം, പിന്നെ പേൾ അക്കാദമിയിലെ ഉണ്ട്, ബാംഗ്ലൂരുണ്ട്, കോയമ്പത്തൂർ, അഹമ്മദാബാദ്, അമൃത്സർ, ബാംഗ്ലൂർ, പിന്നെ ചെന്നൈ, കൊച്ചി. പിന്നെ പ്ലാനറ്റിൻ്റെ അതായത് അതിൻ്റെ അകത്ത് തന്നെ അവർ എഴുതിയിട്ടുണ്ട്, സ്പീക്കിംഗ് ടെസ്റ്റ് വിൽ ടേക്ക് പ്ലേസ് ഓൺ ദ ഡേ ബിഫോർ ദ സെലക്റ്റഡ് ഡേറ്റ്. അതായത് ഇങ്ങോട്ടൊക്കെ ഈ കൊടുത്തേക്കുന്നതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പീക്കിംഗ് ടെസ്റ്റ് ഒരു ദിവസം മുന്നേ ആയിരിക്കും, അല്ലെങ്കിൽ 2 ദിവസം മുന്നേ ആയിരിക്കും. അപ്പോൾ അവർ നിങ്ങൾക്ക് ടൈം ടേബിളിൽ അയച്ചു തരും, ഇമെയിലിലേക്ക് വരും. ഇപ്പോൾ ഇവിടെ ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ്, കൊച്ചി. ടെസ്റ്റ് വേണം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇത് കൊച്ചിക്ക് വേണ്ടി ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് കൊച്ചിക്ക് നമുക്ക് വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് അവിടെ സെലക്ട് ചെയ്യുക. നമുക്ക് മുകളിലും ഉണ്ട്, ഇതുണ്ട്, ഇവിടെയും കിടപ്പുണ്ട്, കൊച്ചിൻ കിടപ്പുണ്ട്. മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്, കൊച്ചി, മധുര. പുത്തൻകുരിശ് എന്ന് പറയുന്ന സ്ഥലത്താണ്. പുത്തൻകുരിശ് അത് പുതിയൊരു ഇതാട്ടോ. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്തിട്ട് താഴത്തേക്ക് വരിക. താഴത്തേക്ക് വന്നു കഴിയുമ്പോൾ അവർ ചോദിക്കുന്ന സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് വല്ലതും വേണമെന്ന്, നോൺ മെഡിക്കൽ എന്തെങ്കിലും ഉണ്ടോയെന്ന്. അപ്പം നമ്മൾ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അത് തന്നെ അങ്ങ് പോയാൽ മതി. പിന്നെ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ ഇവിടെ അതിൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ടൈം ഓഫ് ടെസ്റ്റ് അത് ഇങ്ങനെ എഴുതിയേക്കുവാണ്. ഇപ്പോൾ നഴ്സിംഗ്, ഇപ്പോൾ ലിസണിങ്ങിനും റീഡിങ്, റൈറ്റിങ്, സ്പീക്കിങ്ങിനുള്ള ടൈമാണ്. അത് അവിടെ നിന്ന് അഡ്വൈസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് 20 ഏപ്രിൽ 20 കൊടുത്തിരിക്കുന്ന ഡേറ്റാണ്. അതിൻ്റെ അകത്ത് ബാക്കിയുള്ള ആദ്യത്തെ 3 എടുക്കുന്നത്, അതായത് സ്പീക്കിംഗ് അല്ല, റൈറ്റിങ്, ലിസണിങ്, റീഡിങ്. ഇതിൻ്റെ 3ൻ്റെയും ടൈം കിടപ്പുണ്ട്. രാവിലെ 9, 10, 11. അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ ഇതുണ്ടാവും. അത് ഒത്തിരി തിരക്കുള്ള സ്ഥലമല്ലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയായിരിക്കും അങ്ങനെ ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് പ്രൊസീഡ് ടു ചെക്കൗട്ട്. അതായത് നമുക്കിനി പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അതിൻ്റെ അകത്ത് വീണ്ടും കൺഫർമേഷൻ വന്നിട്ട് പേയ്മെൻറ്റ് വിത്തിൻ 15 മിനിറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. അതായത് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് മാത്രമാണ് ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. ക്രെഡിറ്റ് കാർഡ് മാത്രമാണ് ഇത് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അത് മാസ്റ്റർ വിസ കാർഡിൻ്റെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ജസ്റ്റ് ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും സുഖമല്ലേ. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലും ആണെങ്കിൽ അവരോട് ഓൺ കോളിൽ നിന്നിട്ട് ഇത് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഇച്ചിരി താമസമൊക്കെ എടുക്കും വെക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വെക്കുന്നത് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലത്. 15 മിനിറ്റ് ഉണ്ട്, നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാം. പേടിക്കൊന്നും വേണ്ടത്, സുഖമായിട്ട് ചെയ്തെടുക്കാവുന്നൊരു സംഭവമാണ്. ഓക്കെ, നമ്മളിപ്പോൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് പേജിലേക്ക് പോകും. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് സംഭവിക്കണമെന്ന് ഇപ്പോൾ പേയ്മെൻറ്റ് നമുക്കിപ്പോൾ ഇവിടുന്ന് ക്യാൻസൽ ചെയ്താൽ തന്നെ നമ്മൾ ഡേറ്റ് എടുത്തതായിട്ട് കിടക്കും. ഈ എമൗണ്ട് പേ ചെയ്യാനായിട്ട് കുറച്ച് നേരത്തേക്ക് സമയമുണ്ട്. ഇപ്പോൾ കാർഡിൻ്റെ ഡീറ്റെയിൽസ്, നമ്പർ വേണം, അതായത് നെയിം ഓൺ കാർഡ് ആരുടെ പേരിലുള്ളതാണെന്ന് വെച്ചാൽ അവർ, പിന്നെ കാർഡ് നമ്പർ, എക്സ്പയർ അതായത് എന്നാണ് കാർഡ് തീരണേന്നുള്ളത്, പിന്നെ CVV അതായത് കാർഡിൻ്റെ പുറകിലുള്ള ഒരു 3 അക്കമാണ്, അത് വേണം. പിന്നെ ഒരു പാസ്വേഡ് വരും. പാസ്വേഡില്ല, അത് ഡയറക്റ്റ് കട്ടാവുകയാണ്. പാസ്വേഡിൻ്റെ ആവശ്യമില്ല. ഇത്ര സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ സംഭവം റെഡിയാവും. ഓക്കെ, പാസ്വേഡ് ചോദിക്കില്ല എന്ന് തോന്നുന്നു. ഏതായാലും അത് കൺഫേം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓൺലൈനിൽ നിന്നിട്ട് ഇത് ചെയ്യാവുള്ളൂ. ഓക്കെ, 587 ഓസ്ട്രേലിയൻ ഡോളറാണ് കട്ടാവുന്നത്. സാധാ ഡോളറല്ല, USD അല്ല, ഓസ്ട്രേലിയൻ ഡോളറാണ് കട്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ക്ലോസ് ചെയ്ത് പോയെന്ന് വെച്ചോ.
ക്ലോസ് ചെയ്ത് പോയാൽ പോലും ഇത് നമ്മുടെ ഡാഷ്ബോർഡിൽ കിടക്കുക. ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പിന്നെയും കിടക്കുവാണ് നമ്മൾ ഒരു ഇത് കിടപ്പുണ്ട്, ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് പേ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വീണ്ടും പോയി പേ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ സൈറ്റിലേക്ക് പോകും. കണ്ടോ? അപ്പോൾ ഒരു കുറച്ച് നേരത്തേക്ക് ഇത് അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ഇത് മാറിപ്പോകുള്ളൂ. 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് മാറിപ്പോകുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി ആയിട്ട് ആയിക്കോളും. ഓക്കെ, ഇത് കഴിയുമ്പോൾ ഇതെടുത്ത് കഴിയുമ്പോൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് പൈസ അതിൻ്റെ ഒരു ഇത്, അതായത് റെസിപ്റ്റ് കിട്ടും. പൈസ എത്ര കട്ടായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസിപ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ട് OETയുടെ ഇതെടുക്കുന്നത്, അതായത് ഡേറ്റ് എടുക്കുന്ന കാര്യങ്ങൾ കിടക്കുന്നത്. ഇത്ര സിമ്പിളാണ്. അന്ന് നോക്കി ചെയ്യണമെന്ന് മാത്രം ഇച്ചിരി സമയം എടുക്കും, അത്രമാത്രം. ഒരു 1/4 മണിക്കൂർ ഒക്കെ എടുക്കും, 1/4 മണിക്കൂറിൻ്റെ അടുത്ത് എടുക്കും. അല്ലെങ്കിൽ അത്ര സ്പീഡ് വേണം. ചിലപ്പോൾ അതിൽ കൂടുതലും എടുക്കും. ഡേറ്റ് എടുക്കാൻ എളുപ്പമാണ്, പക്ഷേ ഇത് രജിസ്റ്റർ ചെയ്തെടുക്കാനാണ് ഇച്ചിരി പാടുള്ളത്. ഓക്കെ, ഏതായാലും ഇത് പ്രയോജനപ്പെടുന്ന എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഓക്കെ, എല്ലാവരും തന്നെ ജയിക്കട്ടെ എന്ന് പറയുന്നു, ആഗ്രഹിക്കുന്നു, ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ്. ഏതായാലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, താങ്ക് യു.